ഞാൻ ചെന്നപ്പോ ഒരു കുഴിവെട്ടുന്ന സീൻ ഉണ്ടായിരുന്നു. പ്രണവിന് വേണ്ടിയിട്ടുള്ള കട്ട് പറഞ്ഞപ്പോ തന്നെ എൻ്റെ അടുത്ത് രാഹുലും ഷഹനാദും വന്നു, ഇതായിരുന്നു ചേച്ചിക്ക് പണിയെന്ന് ചോദിച്ചു. അവർക്ക് രണ്ടെണ്ണം കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഞാൻ വീണ സമയത്ത് കൈയടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടാ ഞാൻ വീണ്ടും അവര് കിടന്ന് കൈയടിക്കുന്ന കണ്ട് പറഞ്ഞു, നിന്റെ പെർഫോമൻസ് അത്ര നന്നായത് കൊണ്ടല്ലേ, അപ്പൊ ആളുകൾ അതെടുത്തിട്ടാണല്ലോ. ഈ സൈക്കോ മമ്മീനെ ആൾക്കാരെ ഏറ്റെടുത്തല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്. കേൾക്കുമ്പോ ആദ്യം ചെറിയത് തോന്നിയാലും ആദ്യമൊക്കെ, പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അതിനെ. സത്യം പറഞ്ഞാൽ ആരുടെടുത്തും അങ്ങനെ പോയൊരു ഫോട്ടോ എടുത്ത് എനിക്ക് ഭയങ്കര പേടി. അതൊക്കെ അങ്ങനെ പോയിട്ടുള്ളൊരു മമ്മൂക്കേൻ്റെ അടുത്ത് മാത്രമാണ്. ഫഹദിനെ ഞാൻ എൻ്റെ മകനെ പോലെ, ഫഹദ് നിന്ന് മാറ്റി നിർത്തിയിട്ട് അനിക്കുട്ടൻ എൻ്റെ മകനാണെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിരുന്നത്. അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ കൊടുക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ. ന്യൂജൻ പിള്ളേരുടെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് വേറൊരു ലെവലാണല്ലോ. ന്യൂജൻ അമ്മയായിരിക്കണല്ലോ. തോന്നിയിട്ടില്ല എന്ന് പറയാൻ തുണയോ. ഞാൻ പറഞ്ഞിരുന്നു ജയതന്നെ വേണമെന്ന്. ഈ ക്യാരക്ടറിന് ഉള്ളൊഴുക്ക് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു കുറേ ടേക്ക്, ഒരു 12 ടേക്കൊക്കെ പോയിട്ടാണ് ഓക്കെ ചെയ്ത്. ഇന്ന് സമകാലിക മലയാളത്തോടൊപ്പം എൻ്റെ അടുത്ത് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വരുന്നത് ആക്ട്രസ് ജയ കുറുപ്പാണ്. വെൽക്കം ചേച്ചി. താങ്ക് യു. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെയാണ്, ക്രിസ്മസ് കഴിഞ്ഞു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്. എന്തായാലും ഡീസറിന്റെ കുറെ സന്തോഷത്തിലാണ് ഇപ്പൊ സർവ്വമായി ഇറങ്ങിയിട്ടുണ്ട്. ചെറിയൊരു പരിപാടി ചെയ്തിരിക്കുന്നത്. എന്നാലും ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. എന്തായാലും ഹാപ്പിയാണ്. ഇപ്പൊ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? ന്യൂ ഇയർ ആഘോഷം നമ്മൾ എപ്പോഴും യാത്രയിലൊക്കെ അല്ലേ മിക്കവാറും തന്നെ. പിന്നെ ന്യൂ ഇയർ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള മനസ്സുകൊണ്ട് തയ്യാറെടുപ്പുകളുണ്ട്. സിനിമയിൽ വന്നു, അതിന് മുൻപ് നാടകത്തിലായിരുന്നു. ഈ അഭിനയം എന്നുള്ളത് ശരിക്കും നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് ഡ്രാമയിലൊക്കെ അഭിനയിക്കാന്നല്ലാതെ അതൊരു പാഷനായിട്ട് മാറിയത് ഏത് സമയത്താണ്? ഞാൻ സ്കൂളുകളിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാല്. എപ്പോഴൊക്കെയോ ഡാൻസുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നതിന് അപ്പുറത്തേക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊരു പാഠം തന്നെയായിരുന്നു. അതിന്റെ ഓർമ്മയിൽ കറക്റ്റ് കിട്ടുന്നില്ല. അതായിരുന്നു എൻ്റെ മനസ്സിൽ സ്കൂളിൽ ചെയ്തൊരു ഓർമ്മ. അതാണ്. അപ്പൊ അന്നൊന്നും ഇങ്ങനെ ആക്ടർ ആവുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അഭിനയം അപ്പൊ പാഷനൊന്നും അല്ല. ഞാൻ ശരിക്കും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയ സമയങ്ങൾ അതായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് ഇല്ല. ഞാൻ ബാലയായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഒരു 2 ബാല ചെയ്തിട്ടുണ്ട്. നാരദമോക്ഷം, പിന്നെ ഉണ്ണിയാർച്ച. അതിനുശേഷമാണ് ശരിക്കും നാടകത്തിലേക്ക് ഇതായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്തത്. ഓക്കെ. എങ്ങനെയാണ് സിനിമ, അതായത് ജല്ലിക്കെട്ടാണ് ആദ്യത്തെ മൂവി, അതിലൊരു ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ടുള്ളത്. അപ്പോൾ ജല്ലിക്കെട്ടിലേക്ക് എങ്ങനെ എത്തുന്നത്? അത് എൻ്റെ ഹസ്ബൻഡ് കുറെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവിടെ ഓഡിഷൻ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഓഡിഷൻ കട്ടപ്പനയിലെ വീടിനടുത്തായിരുന്നു. അപ്പോൾ പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയായിട്ടേ ഇല്ല. അപ്പോൾ ആള് വെറുതെ കമ്പനിക്ക് കൂടെ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ കൂടെ ചെന്നപ്പോൾ ഞാനൊന്നും ചെയ്തൊന്നുമില്ല, ഞാൻ മാറിയിരിക്കുകയായിരുന്നു. ഇവരൊക്കെ ചെയ്തിട്ട് ഇറങ്ങിപ്പോയ സമയത്ത് ടിനു പാപ്പച്ചൻ ഉണ്ടായിരുന്നു. പുള്ളിയെടുത്ത് ചോദിച്ചൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ പറഞ്ഞു ഒരു ചെറിയ റോളുണ്ട്, വരുന്നുണ്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ജല്ലിക്കെട്ടിന്റെ ആംബിയൻസും കാര്യങ്ങളും? അതായത് അവിടെ പോത്ത് ആയിരുന്നല്ലോ മെയിൻ ആള്. ഈ പോത്തോടി ബാങ്കിൽ വന്നാലേ നമ്മുടെ ഷൂട്ട് നടക്കത്തുള്ളൂ. അപ്പൊ ഒരു 3 ദിവസം വെയിറ്റ് ചെയ്തു അതിന് വേണ്ടി. പോത്തോടി വരാൻ വേണ്ടിട്ടോ വെച്ചാൽ ഓരോ സീൻ ബൈ സീനാണല്ലോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എൻട്രി ആള് വരുന്ന സമയത്താണല്ലോ നമുക്ക്. അങ്ങനെ 3 ദിവസം വെയിറ്റിങ്ങിലാണ് നമ്മൾ ആ ദിവസം എത്തി ഷൂട്ട് ചെയ്തതൊക്കെ. ഇപ്പൊ ഈ 30 വർഷം നാടകത്തില് ഉണ്ടായിരുന്നു. 28 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 വർഷം എന്ന് പറയും. പക്ഷെ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയ ടൈമില്, പിന്നെ പോകാതിരുന്ന വർഷങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു 30 വർഷത്തിന്റെ ഇടയിൽ നിന്ന് അതിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് സിനിമയിലോട്ട് കിടക്കുകയാണല്ലോ. പിന്നെ ത്രൂ ഔട്ട് മലയാള സിനിമയുടെ ഭാഗമായി. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ബ്രേക്ക് ഇടുന്ന സമയത്ത് ചേച്ചിക്ക് എന്താ തോന്നിയത്? കാരണം സിനിമയാണോ അതോ വീണ്ടും നാടകത്തിലോട്ട് വരണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ മനസ്സിന്റെ ഉള്ളില്? നാടകത്തിന് ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. തിരിച്ച് നാടകത്തിലെ പ്രൊഫഷണൽ ഡ്രാമ ചെയ്യണം അല്ല, നാടകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അതിപ്പോഴും നമുക്ക് ഞങ്ങൾ അതിൻ്റെ പ്ലാനിങ്ങിലുമാണ് നാടകം ചെയ്യാനുള്ള. ഞങ്ങൾ ഹസ്ബൻഡും ആർട്ടിസ്റ്റാണ്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ നാടകം ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. സിനിമയിൽ വരുന്നത് കുറച്ചും കൂടി ചേച്ചിനേക്കാളും മുതിർന്ന ക്യാരക്ടേഴ്സ്, അതായത് അമ്മ എന്നുള്ള ആ ഒരു ക്യാരക്ടർ നമുക്ക്
എല്ലാ ആൾക്കാരും അത് ഉൾക്കൊള്ളണം എന്നില്ല. ഒരു ഇത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ ചേച്ചിക്ക് ആദ്യത്തെ ക്യാരക്ടർ, അതായത് റിക്കഗ്നൈസ് ചെയ്യുന്നത് മലയം കുഞ്ഞിലെ ഫഹദിന്റെ അമ്മ, ഈ അമ്മ ക്യാരക്ടേഴ്സ് എടുക്കാനുള്ള അതെങ്ങനെയാ? ആ ഒരു അമ്മ ക്യാരക്ടറാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ എന്നുള്ള തോന്നിയത്. ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. ഏത് സിനിമ വന്നാലും, ഇപ്പം നാടകം വന്നാൽ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പം ഏത് വന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ. പിന്നെ ഞാൻ സിനിമയിൽ ശ്രദ്ധിക്കുന്നത് ആ കഥയിൽ നമുക്ക് എന്തെങ്കിലും ഡെപ്ത് ഉണ്ടാവുക, ഇമ്പോർട്ടൻറ്റ് സാധനമായിരിക്കണം. അല്ലാതെ എനിക്കങ്ങനെ പ്രായം കൂടി ക്യാരക്ടർ ചെയ്യുന്നത്, പ്രായം കുറവ് ക്യാരക്ടർ ചെയ്യുന്നത്, അങ്ങനെ എനിക്കൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് ക്യാരക്ടർ തന്നു അത് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കാറില്ല. 55+ ആ ഒരു ഏജിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തത്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കണം, കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ഹോംവർക്ക്സ് കുറച്ച് ഇതുപോലെ ആവില്ല. അപ്പൊ അങ്ങനെ വല്ലതൊക്കെ ചേച്ചി ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം ചെയ്യാറില്ലെന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് അമ്മയാവുമ്പോ എന്താവണം എന്നുള്ള നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. മാനറിസങ്ങൾ മാറ്റണം, അവരുടെ നടപ്പ് മാറ്റണം, പിന്നെ ഡയലോഗ് മോഡുലേഷൻ, നമ്മൾ സൗണ്ടിൽ വ്യത്യാസങ്ങൾ വരുത്തണം. പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്താ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല. ആ ടൈമിൽ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് ആരെയാ? അത് ശരിക്കും എൻ്റെ അമ്മ, എൻ്റെ അമ്മയും അവർ തന്നെയാണ്. വീട്ടിൽ തന്നെ. അപ്പം അമ്മയുണ്ട് എൻ്റെ കൂട്ടത്തില്. അമ്മമ്മ മരിച്ചിട്ട് ഇപ്പോൾ 8-9 വർഷത്തോളമായി. അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ എനിക്ക് അവരെയാണ് കൂടുതൽ ഞാനിങ്ങനെ ഇപ്പൊ ചെയ്ത അമ്മ ക്യാരക്ടേഴ്സിൽ കുറച്ച് കൂടുതലായിട്ട് അടുപ്പം തോന്നിയ, അല്ലെങ്കിൽ ഇവരെ എൻ്റെ ലൈഫിൽ നന്നായിട്ട് പരിചയം ഉണ്ടെന്ന് തോന്നിയ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? അങ്ങനെ പരിചയം ഉണ്ടെന്ന് തോന്നിയത് എനിക്ക് എന്താ പറയുക, ഈ മലയം കുഞ്ഞിലെ അമ്മ തന്നെയാണ്. അതെൻ്റെ ഹസ്ബൻഡും അമ്മയും തമ്മിൽ അങ്ങനെയാണ്. അപ്പോൾ ഹസ്ബൻഡിന് 6 മാസം വയറ്റിലുള്ള സമയത്താണ് അച്ഛൻ മരിക്കുന്നത് പുള്ളിയുടെ. അപ്പോൾ അമ്മ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പം ഫിനാൻഷ്യലി അവർ ഓക്കെ ആയിരുന്നു, പക്ഷെ അത് മാത്രം കൊണ്ട് ഒരു ജീവിതമാവത്തില്ലല്ലോ. അപ്പോൾ അമ്മ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പം അമ്മയുടെ സ്ട്രഗിളിങ് ഒരു വലിയ പ്രശ്നം തന്നെ. അപ്പം ഞാനൊരു മകനെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു അമ്മയായിരുന്നു ചേട്ടയുടെ അമ്മ. അപ്പം ഞാൻ അതിനെ കൂടുതൽ എടുത്തിട്ടുണ്ട് അങ്ങനെ. കാരണം മകനോട് അമ്മയ്ക്കുള്ള ഇഷ്ടം. ഇപ്പം രാത്രിയാന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് ചേട്ടായി പറയാം. ഇപ്പം രാത്രിയാന്ന് പറഞ്ഞാൽ പുള്ളിക്കത് രാത്രിയാ, അമ്മയ്ക്കത് രാത്രിയാ. അപ്പം അത് അവരുടെ സ്നേഹം ഞാൻ കണ്ടിട്ട് എനിക്ക് ആ ഒരു ഫീല് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോൾ നാടകം കുറച്ചും കൂടി ലൗഡായിട്ടുള്ള ആക്ടിങ് ആണല്ലോ, അതിൽ റീടേക്ക് ഇല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് റീടേക്ക് എടുക്കാം. ഇങ്ങനെ ലൗഡായിട്ട് നമുക്ക് ഉറക്കെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അതേപോലെ നമുക്ക് എഡിറ്റ് കുറെ നടക്കാൻ പറ്റും. നാടകത്തിൽ അതില്ല. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലോട്ട് വരുമ്പോൾ ആ ഒരു ചലഞ്ച് ഭയങ്കരമായിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ചലഞ്ച്? എങ്ങനെയായിരുന്നു? ഞാൻ നാടകത്തിന് നാടകമായിട്ടും സിനിമയായിട്ടും തന്നെ ആദ്യമേ കണ്ടു തുടങ്ങിയത്. ഒരു പക്ഷേ എനിക്കതിന് ആ മാറ്റമായിരിക്കാം എനിക്ക് ഇത് കുറച്ചുകൂടെ ഈസി ആക്കിയെന്നുള്ളത് ഉണ്ടെങ്കിൽ, ആളുകൾ ഇപ്പോൾ പറയുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അത്രയ്ക്കും എന്താ പറയുക രണ്ടായിട്ട് തന്നെ കണ്ടത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നാടകത്തിൽ പറഞ്ഞ പോലെ തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഇപ്പം നാടകത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു 10 നിലയിലിരിക്കുന്ന ആളുകളെ നമ്മളെ കാണുള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ എക്സ്പ്രഷൻസ്, ഡയലോഗ് മോഡുലേഷൻ, കൈയുടെയൊക്കെ റിയാക്ഷൻസ് കൂടുതലെടുക്കണം. സിനിമയിൽ അത് ആവശ്യമില്ല, റിയലിസ്റ്റിക് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മലയം കുഞ്ഞ് മുതൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിന് ഈ പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ ഹെൽപ്പിംഗ് ഉണ്ട്. പിന്നെ നമ്മളെ ഇത്ര നാൾ ട്രെയിൻ ചെയ്ത് തന്ന നമ്മുടെ നാടകത്തിന് ഡയറക്ടേഴ്സ്, ചിലരിപ്പോൾ പണ്ടൊക്കെ നാടകം ചെയ്യുന്നത് വേറെ ഒരു സ്റ്റൈലിലായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഞാനൊക്കെ വന്ന സമയങ്ങളിൽ അതിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം അമ്മയെന്ന് പലരും കളിയാക്കി പറയുന്ന ഭാഷയുണ്ട്, അമ്മയെന്ന് വിളിക്കുന്നതിന് അമ്മയെന്നൊക്കെ കൂടുതൽ കേട്ടിട്ടൊക്കെ വിളിക്കുന്നത്. പക്ഷെ ഞാനൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ കുറച്ച് അതിന് അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുണ്ട് നാടകം. അപ്പൊ നമ്മളെ ട്രെയിൻ ചെയ്യിച്ച ഡയറക്ടേഴ്സൊക്കെ അതിനെ ആ രീതിയിൽ കണ്ടതുകൊണ്ടും നമ്മളെ അങ്ങനെ ചെയ്യിച്ചത് കൊണ്ടും ആയിരിക്കും ഒരു പക്ഷേ സിനിമയിൽ വന്നപ്പോൾ എനിക്കതിനെ ആ ഒരു കാൽക്കുലേഷനിൽ എടുക്കാൻ പറ്റിയത്. നമുക്ക് മലയാള സിനിമയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് കവിയൂർ പൊന്നമ്മേനായിരുന്നു നമ്മൾ ആ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തിരുന്നത്. ജയാകുറിപ്പാണ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ അമ്മ എന്നാണ് മലയാളികൾ പറയുന്നത്. ചേച്ചി അതെങ്ങനെയാ കാണുന്നത്? ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. കാരണം എന്താ പൊന്നമ്മ ചേച്ചിയുടെ ഒക്കെ ഒരു അങ്ങനെ ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പലരും ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ അടുത്തൊക്കെ. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ ന്യൂജൻ പിള്ളേരുടെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് വേറൊരു ലെവലാണല്ലോ. ന്യൂജൻ അമ്മയായിരിക്കണല്ലോ. പക്ഷെ ഈ അമ്മ കുറച്ചും കൂടി സെറ്റിലായിട്ട് കുറച്ചും കൂടി മിഡിൽ ക്ലാസ് അമ്മയാണ്. ന്യൂജൻ ആണെങ്കിലും പക്ഷെ ചിന്തയും കാര്യങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അതല്ലേ. ചേച്ചിയുടെ മക്കള് ആ ഒരു ജനറേഷനാണ്. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരുന്നോ? അതെ, ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാറില്ല. ഇപ്പൊ ഡയറക്ടർക്ക് എന്താണോ വേണ്ടത്, കഥയിൽ നമ്മൾ എന്താണോ
അവർ പറഞ്ഞു അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അഭിനയിക്കാൻ വിളിക്കുമ്പം അവർക്ക് വേണ്ടത്. അപ്പം അത് ആ രീതിയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാറ്. അപ്പം എന്താ ഇപ്പം നാടകത്തിലേക്ക് വരികയാണെങ്കിൽ 25 വയസ്സുള്ള ലേഡി എന്ന് പറയുമ്പോൾ നമ്മൾ 25 വയസ്സിലേക്ക് നമ്മൾ ഇറങ്ങണമല്ലോ. അതാണ് അവിടുത്തെ കഥയ്ക്ക് ആവശ്യം, അവിടുത്തെ ഡയറക്ടർക്ക് ആവശ്യം, കൂടുതൽ ടീമിന് ആവശ്യം. അപ്പം നമ്മളത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ സിനിമയിൽ വരുമ്പോൾ 60 വയസ്സുള്ള അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ 60 വയസ്സുള്ള അമ്മയെ തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ ഡയറക്ടർക്ക് എന്താണ് ആവശ്യം ആ രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യും. നമ്മൾ അത് ഓക്കെ ആണെങ്കിൽ അദ്ദേഹം ഓക്കെ പറയും. സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് കൂടുതൽ അമ്മ ക്യാരക്ടർ വരുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ ഈ സിനിമ അമ്മയാണോ എന്നുള്ളത്? അതോ ഓക്കെ ഇത് വേറെ അമ്മ? തോന്നിയിട്ടില്ല എന്ന് പറയാൻ നുണയോ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പൊ അതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം എല്ലാത്തിലും ഗ്രേ ഇടാറുണ്ട്. അപ്പൊ ചില സിനിമ ഇപ്പൊ സർവ്വമയില് ഗ്രേ ഇട്ടിട്ടില്ല. അപ്പം അതിന് വലിയ സന്തോഷം. നരച്ചിട്ടില്ല, അതിൽ നമുക്ക് വേറെ ലുക്ക് കിട്ടൂലോ. അപ്പം മറ്റുള്ളവർ അത് കാണുമ്പോഴും ഇത് ഇവർക്ക് കൊള്ളാം, ഇവർക്ക് കുഴപ്പമില്ല, ഇവര് 60 വയസ്സ് 55 to 60 എല്ലാവരും കുറച്ച് വന്നിട്ടുണ്ട്. അന്നേരം ഇപ്പൊ ഇങ്ങ് പോകുന്ന സമയത്തിന് ഒരു ആഡിനെ വിളിച്ചു. അപ്പോഴത്തെ ഹസ്ബൻഡ് ചോദിച്ചു അമ്മയായിട്ടാണോ. കോമഡി ആണെങ്കിൽ പോലും നമ്മളങ്ങനെ കുറച്ച് മാറ്റി ചിന്തിക്കാറുണ്ട്, കിട്ടിയാൽ കൊള്ളാം. ചേച്ചി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയൽ ആക്ട്രസ് ആണ്. അതായത് നമുക്ക് കാണുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ അമ്മമാരെ പോലത്തെ ഒരു അമ്മ, അതേപോലെ തന്നെ ആളാണ് ഫഹദ് ഫാസിൽ. റിയൽ ആയിട്ട് അഭിനയിച്ചു പോകുന്നതാണ്. മറ്റ് ആക്ടേഴ്സിന്റെ ഒപ്പമുള്ള സീനും അതേപോലെ തന്നെ ഫഹദിന്റെ ഒപ്പമുള്ള ഒരു അഭിനയവും അതെങ്ങനെയായിരുന്നു ചേച്ചിക്ക്? ഫഹദ് എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമാണ് ഫഹദുമായിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് ഫഹദിനെ ഞാൻ എൻ്റെ മകനെ പോലെ ഫഹദ് നിന്ന് മാറ്റി നിർത്തിയിട്ട് അനിക്കുട്ടൻ എൻ്റെ മകനാണെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിരുന്നത്. ഓക്കെ, അതെനിക്ക് എനിക്ക് സീൻ ചെയ്യാൻ എനിക്ക് എളുപ്പമായി. എൻ്റെ മകൻ വന്ന് പറയുന്ന മാതിരി ഇതൊക്കെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, എന്നപ്പം പൊക്കുവമ്മ എന്നൊക്കെ പറയുന്നത് അവൻ എൻ്റെ കൊച്ചെങ്ങനെ എൻ്റെ അടുത്ത് പറയുന്ന പോലെ മറ്റേ ആക്ടേഴ്സിനെ ഞാൻ അതേ രീതിയിൽ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ എഴുതി വെച്ചിരിക്കുന്ന ഇപ്പം ഒരു കഥയിലെ അമ്മ, ഇന്ന നടൻ്റെ അമ്മ, ഇന്ന ആളുടെ അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മക്കളുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാറ്. ഫഹദുമായിട്ടുള്ളൊരു എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ ഫഹദ് എൻ്റെ ഫസ്റ്റ് സിനിമ. അതെ. അപ്പം അതിന് അത്രയ്ക്ക് ഞാൻ എല്ലാത്തിനും ഞാൻ ഇമ്പോർട്ടൻസ് ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ഇതിലേയും കാണുന്നത്. പക്ഷെ ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഫഹദ് എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? ചേച്ചിക്ക് ടിപ്സ് അല്ലേ എന്തത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി പുള്ളിക്ക് ഇഷ്ടം തോന്നുന്നതാണ്, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഭയങ്കരമായിട്ട്. കാരണം അവരൊക്കെ നമ്മള് ഈ പറഞ്ഞ കണ്ണിൽ നോക്കി അഭിനയിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ ടിപ്സ്. ഇപ്പം ഫഹദ് അങ്ങനെ ചെയ്യുന്നത് തന്നെ നമുക്ക് ഇപ്പം എന്താ കൊടുക്കൽ വാങ്ങലുകളാണ് അഭിനയം എന്ന് പറയുന്നത് പോലെ തന്നെ പുള്ളി ആ കണക്ക് തന്നത് കൊണ്ടാണ് നമുക്ക് തിരിച്ചതുപോലെ റിയാക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം അത് പുള്ളി ഏറ്റവും വലിയ ടിപ്സ് അതല്ലേ. ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലിട്ടിട്ട് അത് കണ്ണിലും വേറൊരു റിയാക്ഷനും മുഖത്ത് കൊടുക്കാതെ കണ്ണുകളിൽ അത് തരിക. അതിപ്പം പ്രണവും അങ്ങനെ തന്നെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഡീസറയിൽ കുറേ സീനുകൾ അങ്ങനെയുണ്ട്. അപ്പം അതൊക്കെ എന്താ ഭയങ്കര ഇത് ഈ രണ്ട് ആക്ടേഴ്സിനെ മാത്രമല്ല എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്പെഷ്യൽ സാധനമാണ് ഇവര്. ഈ രണ്ടുപേരാണ് സ്പെഷ്യൽ സാധനം തന്നെയാണ്. ഇപ്പൊ ഡീസറയിലോട്ട് എത്തുമ്പോൾ ഭയങ്കര സെറ്റിലായിട്ട് ആ സിനിമയിൽ ആദ്യ സമയങ്ങളിൽ ചേച്ചി വന്നു പോയിട്ട് ഒരു വേലക്കാരി എന്നുള്ളതിന് വന്നിട്ട് ഒരു പോയിന്റിൽ, അതായത് സിനിമയുടെ ലാസ്റ്റ് ഒരു 33 മിനിറ്റിന്റെ അടുത്ത് ചേച്ചി പ്രണവ് മാത്രമേ ഉള്ളൂ ആ സിനിമയിൽ. ചേച്ചിയുടെ പ്രണവിന്റെ കയ്യിലാണ് ആ സിനിമ പോകുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ, കൂടുതൽ എഫേർട്ട്, അതൊക്കെ എങ്ങനെയായിരുന്നു ഈ സിനിമയിലോട്ട്? എൻ്റെ അടുത്ത് രാഹുൽ പറഞ്ഞിരുന്നത് ഇത് ഫൈറ്റ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചായിരുന്നു? ഇല്ല, അതാ ടൈമിൽ തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം മീറ്റിങ്ങിന് വന്ന ടൈമിൽ അങ്ങനെ പറഞ്ഞു, ചേച്ചി ഫൈറ്റ് ഉണ്ട്, ചേച്ചി അതിന് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്. അപ്പം അതിന് പേടിക്കണ്ട. അപ്പം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ. അപ്പം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു 2 അടിയെ കൊടുത്തിട്ട് വിടാം, അതൊക്കെയാണ്. പക്ഷെ ട്രെയിൻ തരാം, അതിന് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് അങ്ങനെയൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ട്രെയിനിങ് ഒന്നും ഇല്ലായിട്ടാണോ ചെയ്തത്? അത് ടൈമിലുണ്ടായിരുന്നു. അപ്പം ഷൂട്ട് നമ്മൾ ദിവസം ആ ടൈമിൽ വന്നിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ പ്രാക്ടീസ് ഒന്നുമില്ല. ഇത്രയും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഫൈറ്റ് ഉണ്ട്, ഇത്ര ഇങ്ങനൊരു ഫൈറ്റാണ് നമുക്കറിയില്ലായിരുന്നു. അപ്പം ഡ്യൂപ്പ് ഉണ്ടായിരുന്നു.
അപ്പൊ നമുക്കൊന്ന് ചെയ്യാം, അപ്പൊ ഞാൻ വളരെ സേഫ് ആണല്ലോ, ഒന്നും ചെയ്യണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഡ്യൂപ്പ് ചെയ്തോളൂ, റിയാക്ഷൻ ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ ഫൈറ്റ് അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ധാരണകള്. അപ്പൊ ഞാൻ ചെന്നപ്പോ ഒരു കുഴിവെട്ടുന്ന സീൻ ഉണ്ടായിരുന്നു, പ്രണവിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അത് വിട്ട് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞപ്പോ തന്നെ എൻ്റെ അടുത്ത് രാഹുലും ഷഹനാദും വന്നു, ഇതായിരുന്നു ചേച്ചിക്ക് പണിയെന്ന് ചോദിച്ചു. ആ ടൈമിൽ തന്നെ രാഹുല് ചേച്ചി എല്ലാം ചെയ്താൽ മതി എന്നുള്ളൊരു, അതൊരു ഡ്യൂപ്പ് വേണ്ടെന്നുള്ളൊരു ഇതില് പറഞ്ഞു. പല സീൻ ചെയ്യുമ്പോഴാണ്, ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത സമയത്ത് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാല് നമുക്ക് ഇത് വശമില്ലല്ലോ, കാല് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്ന ടൈമിൽ ചിലപ്പോൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവരുടെയൊക്കെ പ്രോത്സാഹനമാണ്, ചേച്ചി പറ്റുമെന്ന് പറയുന്നിടത്താണ് നമ്മൾ അത് വീണ്ടെടുക്കാമെന്നുള്ളൊരു ഇത് വന്നത്. പിന്നെ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വെയിറ്റ് ഇല്ലാത്ത രീതിയിലുള്ള നമ്മൾ അന്നേരം അതിനെ ഈസി ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു, ചേച്ചി അത് അങ്ങനെയല്ല, അത് ഒറിജിനൽ സാധനം, ആർട്ടിസ്റ്റ് അല്ലേ, അപ്പോൾ ഒറിജിനൽ സാധനമാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യുക. അപ്പം അത് പിന്നീട് നമുക്ക് അതിനകത്തേക്ക് ഇന്നാവാൻ പറ്റിയത് ആ ഒരു വാക്കാണ്. അല്ലാതെ ഇതിപ്പോ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ സാധനം എന്തായോ, ഒറിജിനൽ തന്ന എന്താകും പണിയെന്ന് അവർക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആ സാധനം വെയിറ്റ് ഉള്ളതെന്ന് മനസ്സിൽ കരുതുക, അപ്പൊ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ അത് ശരിയാ, അപ്പം നമ്മൾ ആലോചിക്കുമ്പം ശരിയാണുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു നോക്കി. പിന്നെ ഇപ്പം നല്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രണവ് ചേച്ചി പിന്നെ ഒന്നുകൂടി ചെയ്ത് നോക്കണോ എന്ന് ചോദിക്കും. അതൊക്കെ ഭയങ്കര ഭയങ്കര ഹംബിൾ ഒരു മനുഷ്യനാണല്ലോ. പ്രണവിന് നന്നായിട്ട് ആക്ഷൻ അറിയാം, നമുക്ക് അത്ര വശമല്ലേ, നമുക്ക് വീട്ടിലുള്ള ജോലി മാത്രമല്ലേ ഉള്ളൂ. ആ സമയത്ത് ശരിക്കും ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ, ഈ ഒരു സാധനം ഹേർട്ട് ചെയ്യോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം മാറി? ടെൻഷൻ ഇപ്പൊക്കെ ആലോചിക്കുമ്പോഴാണ്, എനിക്ക് ആ സമയത്ത് എനിക്കറിയില്ല, എനിക്ക് എന്താ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ അതിന് ടെൻഷനായിട്ട്. ഫസ്റ്റ് ഇന്നാവുന്നതിന് മുമ്പ് നല്ല ടെൻഷനായിരുന്നു. അതായത് ആ ടൈമില് നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതെന്താവും എന്നുള്ളൊരു, പക്ഷെ അത് ഇന്നായി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്യാനൊരു നമുക്കൊരു ഇതായിരുന്നു. ഈ സൈക്കോ മമ്മീനെ ആൾക്കാരെ ഏറ്റെടുത്തല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്. സൈക്കോ, ഇത്രയും സൈക്കോ ആയിട്ടുള്ള ഒരു സ്ത്രീയോ എന്നുള്ളത്. ആ ഒരു ഇത് എങ്ങനെയാണ് നമ്മള് സാധാരണ ഒരു അമ്മയിൽ നിന്നൊരു സൈക്കോ അമ്മയിലോട്ട് മാറുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ചേഞ്ച് ഉണ്ടല്ലോ, അതെങ്ങനെയാ ചേച്ചിക്ക്? സൈക്കോ എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയാണ്, എനിക്കറിയില്ല. മകനോടുള്ള ഇഷ്ടം അത് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വിട്ടുകൊടുക്കാൻ പറ്റാത്തതാണ് ഇവരുടെ പ്രശ്നം. നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും പ്രശ്നം അതാണല്ലോ. ഇപ്പം നിത്യജീവിതത്തിലാണെങ്കിലും ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റാതെ നമുക്കൊരു വലിയ പ്രശ്നമാണല്ലോ. അപ്പം അത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഇത്. നമുക്ക് മകനെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത്, മകന് ഇപ്പൊ കനിയോടുള്ള ഇഷ്ടം, കനിയെ വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പം മകന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു അമ്മ എന്ന അപ്പുറത്തേക്ക് ഞാൻ സൈക്കോയായിട്ട് അതിനെ കണ്ടില്ല. പക്ഷേ ആളുകൾ നമുക്ക് കമന്റുകൾ വരുന്നുണ്ട്. അതെ, അത് വരുമ്പോഴത്തേക്ക് അവരിൽ ഇപ്പം ഏത് ഇറങ്ങിയാലും കോടാലിയായിട്ട് അവർ ഇപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള സാധനം ചെയ്താലും നല്ല സ്നേഹമുള്ള അല്ലാതൊരു അമ്മ ചെയ്താലും എമ്മക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. സ്നേഹം കൂടിയതുകൊണ്ടാണ് പറഞ്ഞയക്കാത്തത്. അപ്പം അങ്ങനെയുള്ളത് വരുമ്പോഴാണെങ്കിലും ഒരു ഭയങ്കര കേൾക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ ഇത് തോന്നിയാലും ആദ്യമൊക്കെ, പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അതിനെ. അത് നമുക്ക് ശരിക്കും അത് അഭിനയിച്ച ആൾക്കാർക്ക് ആ ക്യാരക്ടർ എന്താന്നുള്ളത് അറിയാം, പക്ഷെ ആൾക്കാർക്ക് അതൊരു സൈക്കോ ആണ്. ഞാൻ കേൾക്കുന്നത് രണ്ടെണ്ണം കൊടുക്ക്, അവർക്ക് രണ്ടെണ്ണം കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം തിയേറ്ററിൽ ഫസ്റ്റ് അനുഭവം അതായിരുന്നു. ഞാൻ വീണ സമയത്ത് കൈയടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വീണ്ടും അവര് കിടന്ന് കൈയടിക്കുന്ന കണ്ട് പറഞ്ഞു, നിന്റെ പെർഫോമൻസ് അത്ര നന്നായത് കൊണ്ടല്ലേ. അപ്പൊ ആളുകൾ അതെടുത്തിട്ടാണല്ലോ. ഇപ്പൊ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആള് നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടുള്ള അവരങ്ങനെ പറയണത്. ഇപ്പൊ ഹീറോയിനെ വലുതായിട്ട് ഇതാക്കുന്നത്. അപ്പൊ അത്രയും അങ്ങോട്ട് കൊടുത്താലല്ലേ അവർ അതുപോലെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ടെൻഷൻ ആവണ്ട, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ ആസ്വദിച്ചു തുടങ്ങി. 2020 സാജൻ ബേക്കറിയിലായിരുന്നു ചേച്ചി അജു വർഗീസിന്റെ ഒപ്പം അഭിനയിക്കുന്നത്. 2025 ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നത് സർവ്വമായയില് അജു വർഗീസിന്റെ അമ്മയായിട്ട്. അപ്പൊ ഈ 5 വർഷം ശരിക്കും അജു എന്നുള്ള നടനില് നല്ല വ്യത്യാസമുണ്ട്, അജു എന്നുള്ള വ്യക്തിയിൽ നല്ല. ചേച്ചിക്ക് എന്തൊക്കെ വ്യത്യാസമാണ് അജുല് ഫീൽ ചെയ്തിട്ട്? ഞാൻ സാജൻ ബേക്കറിയിൽ അങ്ങനെയുള്ള സീനുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആക്ച്വലി ആളെ കണ്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ കോമ്പിനേഷൻ എന്നല്ല, പരിചയപ്പെടാൻ പോലുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. ആളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോൾ ഒരു ആക്ടറെ കാണുന്ന ഒരു സന്തോഷം മാത്രമേ എനിക്കന്നുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഇതുവരെ ഇപ്പം ഞാൻ ജല്ലിക്കെട്ടില്
പെപ്പേനെ കണ്ടു, സംസാരിച്ചിട്ടുണ്ട്. അത്രയും പോലും അടുപ്പം സാജൻ ബേക്കറിൽ അജുവിനെ കണ്ടപ്പോൾ ഉണ്ടായില്ല. കാരണം ആളങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പം നമ്മൾ കണ്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ പരിചയപ്പെടാൻ പോലും പോയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആരുടെ അടുത്തും അങ്ങനെ പോയി ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് അതൊക്കെ. എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ ആരുടെ അടുത്ത് അങ്ങനെ പോകില്ല. കാരണം അതിന് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ജസ്റ്റ് ചോദിച്ച് അങ്ങനെ പോയിട്ടുള്ള ഒരു മമ്മൂക്കേൻ്റെ അടുത്ത് മാത്രമാണ്. എല്ലാവരും മമ്മൂക്കേൻ്റെ അടുത്ത് പോകാനാണ് ഇത്തിരി പേടിക്കണത്. ഞാൻ പോയി പരിചയപ്പെട്ടു. എന്നെ എനിക്ക് ഞാൻ ഇന്നയാളാണ് സാറ, സിനിമ കണ്ടോ? അപ്പം കണ്ടോ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കാണണേ വന്ന സമയമുള്ളപ്പോൾ അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയിട്ട് ക്രിസ്റ്റഫർ ചെയ്ത സമയത്ത്. നമുക്ക് എന്താ പറഞ്ഞത്? ഞാൻ കണ്ടോളാം എന്നൊക്കെ. അപ്പം എനിക്ക് നമ്മളെ കൂളാക്കൂല്ലോ ആള്, അങ്ങനെ കുറേ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ മമ്മൂക്കിയുടെ അടുത്ത് മാത്രം അങ്ങനെ ഫ്രീ ആയിട്ട് പോയി സംസാരിച്ച്, ഫ്രീ എന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം അല്ലാതെ ഇങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ ആവശ്യമില്ലാണ്ട്. പിന്നെ ലേഡീസൊക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്, അവിടത്തൊക്കെ സംസാരിക്കും. പക്ഷെ അജുവിൻ്റെ മാറ്റം അജുവിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ പേരിലൂരിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചേച്ചി അത് ചെയ്യുക, ചേച്ചി അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പറയും. ഇപ്പം തിരിച്ച് ഞങ്ങൾ വേറൊരു മൂവി ചെയ്യാനിരുന്നതാണ്, ലവ് കൺസ്ട്രക്ഷൻ. അതിൽ അമ്മേൻ്റെ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരുപാട് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം തീർത്ത് നമ്മൾ സർവ്വമയില് അമ്മയാണ് ചെയ്യാൻ പറ്റി. ആ ഒരു കോംബോ ഞാൻ സിനിമ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അജു പറയുന്നത് ഭയങ്കര തഗ് കൊടുക്കുന്ന, അജുവിന് അതേ മീറ്ററിൽ തഗ് കൊടുക്കുന്ന ഒരു അമ്മയായിട്ടാണ് സർവ്വമയിൽ ഉണ്ടായിരുന്നത്. കാരണം ആ ഒരു കോംബോ നന്നായിട്ടുണ്ടായിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയിൽ വന്നു, മഹേഷ് നാരായണന്റെ മൂവി, അതേപോലെ സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ ഈ സിനിമയിലൊക്കെ വന്നു. ഇവരുടെയൊക്കെ ഒരു സെറ്റിലുണ്ടായിരുന്ന അനുഭവം എങ്ങനെയായിരുന്നു? എനിക്ക് നല്ല അനുഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പം മഹേഷ് സാറിൻ്റെ ഫസ്റ്റ് പടം മഹേഷ് സാറിൻ്റെ ആയിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു എനിക്ക് ഇതുള്ളത് ഞാൻ ചെന്ന് തൊഴുതിട്ടുണ്ട് ആളെ. നമ്മൾ ഫസ്റ്റ് സിനിമ അപ്പം നാടകത്തിലെ അനുഭവം വെച്ചിട്ട് നമ്മൾ തൊഴുതിട്ടാണ് കയറുന്നത്. അപ്പം ചേച്ചി ശരി എന്ന് പറഞ്ഞു. അവർക്ക് അതിനുള്ള ടൈമൊന്നും ഇല്ലല്ലോ. പിന്നീട് മഹേഷ് സാറിൻ്റെ പടത്തിലേക്ക് വന്നപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് സാറ് തുടങ്ങാൻ പോകാട്ടോ, കൈ കൊടുത്ത്. ചേച്ചി പുള്ളി ഒരു നല്ലൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. സജി സാറും അതെ, മഹേഷ് സാറും അതെ. ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മളെ പോസിറ്റിവിറ്റി തന്ന് എനർജറ്റിക്കായിട്ട് ചെയ്യാനൊക്കെ എനിക്കതിന് ആ സിനിമ അത്രയും ചെയ്യാൻ എനിക്ക് പറ്റിയത് ഇവരുടെയൊക്കെ അത്രയും വലിയ സപ്പോർട്ട് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ആ സിനിമ നല്ലോണം ആ ക്യാരക്ടറിന് ഒരുമാതിരി കുഴപ്പമില്ലാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. റിയൽ ലൈഫിലും ഇതേപോലെ കണ്ടത് കൊണ്ടും പിന്നെ എന്താ പറയുക, ആ അമ്മ മകന് വേണ്ടി അത്രയും എല്ലാ ത്യാഗങ്ങളും മക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു ഫീലിങ്സ് അതിനകത്തുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞാലും സത്യൻ സാറാണെങ്കിലും എനിക്ക് ഭയങ്കര വിചാരിച്ചതേ ഇല്ല. സ്വപ്നങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവരുടെയൊക്കെ സിനിമകൾ ചെയ്യാൻ പറ്റുകയെന്നൊക്കെ. അത് ഞാൻ സാറിനോട് ഡയറക്റ്റ് പറഞ്ഞു വന്നപ്പോൾ ഇരിക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ സാറ് നിന്നോളാം, ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ജയ് തന്നെ വേണമെന്ന് ഈ ക്യാരക്ടറിന് ഉള്ളൊഴുക്ക് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലും പറയാം, സാറേ ഞാൻ സ്വപ്നത്തിലൊക്കെ കണ്ടിരുന്നതാണ് സാറിൻ്റെയൊക്കെ സിനിമകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വിചാരിച്ചതേ ഇല്ല. അപ്പം എൻ്റെ പറഞ്ഞു എല്ലാം അതിൻ്റെ സമയവും വന്നു ചേരും ചെയ്യാമെന്ന് പറഞ്ഞു. അതിലും പിന്നീട് മകൻ്റെ അത് അഖില് പറഞ്ഞു, നാച്ചുറൽ ആക്ടറാണ് ചേച്ചി, ധൈര്യമായിട്ട് വിളിച്ചോന്ന് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ സത്യനന്ദിക്കാട് സാറ് പറഞ്ഞിരുന്നു, സാറ് പറഞ്ഞു എൻ്റെ അടുത്ത് അഖില് പറഞ്ഞു. അതൊരു വലിയൊരു നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം അത് സീനുകൾ കുറവുള്ളത് കൊണ്ട് അഖിൽ എൻ്റെ അടുത്ത് വെച്ച് കുറച്ചുള്ളതെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട, അപ്പം അച്ഛൻ പറഞ്ഞിരുന്നു ഇങ്ങനെ. അതൊക്കെ അതിനെ അതിൻ്റെ വാല്യൂവിൽ തന്നെ നമ്മൾ കാണുന്നു. ഓക്കെ. ഈ സംവിധായകൻ്റെ ഒക്കെ സെറ്റിന്ന് ചേച്ചി പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ എല്ലാ സെറ്റിൽ പോകുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ പഠിക്കും. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ അഭിനയിക്കുന്നതിലായിരിക്കാം, ചിലപ്പോൾ ആൾക്കാരോട് പെരുമാറുന്ന കാര്യങ്ങളിലായിരിക്കും. ഈ ഒരു സെറ്റിൽ നിന്നൊക്കെ ചേച്ചി എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസം. അപ്പം നമ്മളതിനെ അതിപ്പോൾ അവരെങ്ങനെയാണോ ആ രീതിയിൽ അവർ ഭയങ്കര ടെൻഷനും ആലോചനയിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്, നമ്മളതിനെ അനുഗമിക്കുക. അതായത് നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കുക.
അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ എല്ലാവരോടും എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ രാഹുലൊക്കെ ആണെങ്കിൽ അതേമാതിരി തന്നെ കൂളായിട്ടിരുന്ന് ചേച്ചി ഇന്നതാണ് എന്നൊക്കെ പറയുന്നതൊക്കെ അപ്പോൾ നമ്മളവരെ അതുപോലെ വാല്യൂ ചെയ്യണം കാണണമല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠം അതൊക്കെ ആയിരിക്കും. നമ്മളെന്താ പറയുക, നമ്മൾ എന്താണോ ആവശ്യമുള്ളത് നമ്മൾ ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതും, പിന്നെ അവരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക, ശല്യപ്പെടുത്താതെ പോയി മാക്സിമം നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ടാവുമ്പോഴും ചെയ്യുക, ബാക്കി സംശയം വരുന്ന കാര്യങ്ങൾ ചോദിക്കുക. സത്യൻ സാർ പറയണത് നമ്മൾ ഒരു ജനറേഷൻ്റെ സംവിധായകനാണ്, അത് കഴിഞ്ഞിട്ട് അഖിൽ സത്യൻ ഇപ്പോഴത്തെ ജനറേഷൻ്റെ. അപ്പോൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ആ ഡയറക്ടേഴ്സിൻ്റെ തമ്മിലുള്ള എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒത്തിരി ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേരുടെ സിനിമകളിലും. പക്ഷെ എനിക്ക് സത്യൻ സാറ് എന്താ അന്നത്തെ ജനറേഷൻ്റെ ആളാണെങ്കിലും അദ്ദേഹം ഒരു മാറ്റങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണല്ലോ. ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലും സെയിം കുടുംബ ഒരു പ്രേക്ഷകർ കാണുന്ന രീതിയിലുള്ള സിനിമ, സർവ്വമായി ആണല്ലോ അങ്ങനെ ഒരു സിനിമ. അപ്പം വലിയ മാറ്റങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പണ്ടത്തെ സിനിമകൾ നമ്മൾ എന്താ കണ്ടതുപോലെ തന്നെ ഈ ഹൃദയപൂർവ്വത്തെ കണ്ടില്ലേ ആളുകൾ. ഇപ്പം എല്ലാവരും പോയി കുടുംബ പ്രേക്ഷകർ മൊത്തം പോയി കുഞ്ഞുങ്ങളടക്കം പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമ. അദ്ദേഹം അന്ന് വന്ന സിനിമകളും അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ സിനിമ ഈ കാലഘട്ടത്തിൽ ഇറക്കുമ്പോൾ അതിൻ്റെതായ വാല്യൂ ഉണ്ട് അദ്ദേഹത്തിനും. പിന്നെ അഖിലാണെങ്കിലും അത് കണ്ടു വളർന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിന് അത്ര വലിയ ഇതായിട്ടാണല്ലോ ഈ സിനിമയും ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം അത്ര വലിയ സന്തോഷത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഏതാ? എനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ക്യാരക്ടർ, അതിൽ കുറച്ച് സീനുകളുണ്ടെങ്കിൽ പോലും അത് മരണം, പിന്നെ ഉള്ളിൽ നാരങ്ങ വെള്ളത്തിൽ വിഷം ചെന്നിട്ട് മരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു മരണം സഡൻ അല്ല, ഗ്രാജുവലി മരണത്തിനൊരു വളർച്ചയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അത് അവർ മരിക്കുന്നത് ഇപ്പം കൂടെ ഓപ്പോസിറ്റ് ചെയ്ത മനോജേട്ടൻ പെട്ടെന്ന് മരിച്ചു പോകും. കൂടുതൽ ടൈം എടുക്കുന്ന ഞാനാണ്. അപ്പോൾ ഇത് ഉള്ളിൽ ഈ വിഷം ചെന്നിട്ട് ഭർത്താവിനെ കെയർ ചെയ്യണം. ഞാൻ അന്നേരം ചെയ്തപ്പം വായിലേക്ക് ബ്ലഡ് വയറ്റിലേക്ക് പോകരുത്, ഒപ്പം ഡയലോഗ് പറയണം, നമ്മൾ മരിക്കുന്നതിൻ്റെ വെപ്രാളങ്ങൾ കാണിക്കണം, മനോജേട്ടനെ ഒന്ന് കെയർ ചെയ്യണം. ഇതെല്ലാം കൂടെ ഭയങ്കര ടെൻഷൻ നമുക്ക്. അപ്പം അത് കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയാലും നമുക്ക് പറ്റത്തില്ല, കുറച്ച് കുറഞ്ഞു പോയാലും പറ്റത്തില്ല. അപ്പം അത് നന്നായിട്ട് ടെൻഷൻ അടിച്ചാണ് ചെയ്തത്. അത് ഇത്രത്തോളം ആവും. പിന്നെ ഞാൻ പേരിലൂർ ചെയ്തപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഡേ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു കൂടുതൽ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ക്യാരക്ടറിലേക്ക് കയറുക, ക്യാരക്ടറുമായിട്ടൊന്ന് കണക്ഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഇല്ലേ, അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു കുറേ ടേക്ക്, ഒരു 12 ടേക്കൊക്കെ പോയിട്ടാണ് ഓക്കെ ചെയ്ത്. അപ്പോൾ അവരന്ന് കൂടുതൽ സീനുകൾ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ എനിക്കത് പറ്റിയില്ല. പ്രത്യേകിച്ച് വള്ളുവനാടൻ ഭാഷയാണ്, അതിലേക്ക് എത്തിപ്പെടണം. അതൊന്നും എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഡയലോഗ് പറഞ്ഞിട്ട് മുറിഞ്ഞു പോവും, പിന്നെ പിന്നെയും തുടങ്ങും. അപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിയിരുന്നു. ടെൻഷൻ കാരണം എനിക്ക് വേണ്ട. 12 13ാമത്തെ ടേക്കും കണ്ടാണ് ഓക്കെ ചെയ്ത് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ചേച്ചി, അതിൻ്റെ ചീഫ് പറഞ്ഞതിൻ്റെ അടുത്ത്, ചേച്ചി എല്ലാവർക്കും ഒരു ദിവസമുണ്ട്, നല്ല ദിവസമുണ്ട് മോശം ദിവസമുണ്ട്, ചേച്ചിയുടെ മോശം ദിവസം എന്നാന്ന് ചേച്ചി ഓർത്താൽ മതി. അത് ഏത് സീനായിരുന്നു? അത് ഏറ്റവും ഫസ്റ്റ് നിഖില വന്നിട്ട് പറയില്ലേ, നിന്നോട് എന്താ ഇലക്ഷൻ നിൽക്കാനായിട്ട് പറഞ്ഞ് അമ്മാവൻ ചാക്കിട്ട് നിനക്ക് അങ്ങനെ പ്രശ്നം നിന്നോട് പറഞ്ഞു, ആ ചോദിക്കുന്ന പുറകിൽ നിന്ന് ബാലേന്ദ്രൻ വന്ന് പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ സാധനം ഇങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെയാണുള്ളത് പറയലൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വർക്കുണ്ട്, നമ്മൾ പണി ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയണത്. അതെല്ലാം കൂടെ വലിയ പാടായി. പിന്നെ സ്മൂത്തായി. പിന്നെ ആ ടെൻഷൻ എനിക്ക് അത് തീരുന്നിടം വരെ ആ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ അന്ന് സുഹൈൽ എന്നാണ് എൻ്റെ ചീഫ്, സുഹൈലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഖില നിൽക്കുന്നു. നിഖിലയ്ക്ക് അത് പറഞ്ഞ പോലെ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുമോ അങ്ങനെ അതൊക്കെ വന്നാൽ നമുക്ക് പോയി കേട്ടോ, അങ്ങനെ ആവരുതെന്നാണ് ഞാനിപ്പം ചിന്തിക്കുന്നത്. പക്ഷെ അന്നത്തെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ചിന്ത വന്നു, നിഖിലയ്ക്ക് എന്തെങ്കിലും ദേഷ്യം വരുമോ, വല്ലാതെ തോന്നുന്നു. ഇപ്പോൾ ഈ ഡയറക്ഷൻ സെക്ഷനിൽ നിന്ന് ഇപ്പം പ്രവീണിന് എന്തെങ്കിലും ഇവർ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് കുറേ ആവശ്യമില്ലാത്ത ചിന്തകൾ. സീൻ എത്രമാത്രം നന്നാക്കാന്നുള്ള അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വേണ്ടാത്ത കുറേ ചിന്തകൾ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ക്യാരക്ടറിലോട്ട് എത്തണമല്ലോ, അപ്പം അതിന് ചേച്ചി ചെയ്യുന്ന ഹോംവർക്ക്സ് എന്തൊക്കെയാണ്?
ഞാൻ ആ ക്യാരക്ടർ കിട്ടിയാൽ ഈ ക്യാരക്ടർ എവിടെ ജനിച്ചു എവിടെ വളർന്നു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടാക്കാറുണ്ട്. അപ്പം അവരെന്തായിരുന്നു, അവർ ജീവിച്ച സാഹചര്യം എന്തായിരുന്നു, അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്, അവരിങ്ങനെ ഈ ഒരു നിലപാടിലേക്ക് എത്താൻ കാരണം എന്താണ്, അവർക്ക് ഈ ജീവിത സാഹചര്യം ഇങ്ങനെ വരാൻ കാരണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഡയറക്ടർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ മെയിൻലി അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പം അങ്ങനെ ആള് ഉണ്ടാക്കി വെച്ച ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് എന്തുമാത്രം കൊടുക്കാൻ പറ്റും, അങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ട് അതിനെ ഇത് ചെയ്തിട്ട് പെർഫോം ചെയ്യാറുള്ളത്.